എന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? അപ്പൊ സാറ് അറിഞ്ഞില്ലേ? കാര്യം എന്താണെന്ന് പറഞ്ഞാലേ അറിയൂ. ഞാൻ വന്ന് കേറിയിട്ട് അരമണിക്കൂറേ ആയുള്ളൂ. ആയമ്മ എന്നോടൊന്നും പറഞ്ഞുമില്ല. നമ്മുടെ ദേവേട്ടൻ വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങി. ദേവനോ? പഠിക്കാനോ? അത് ഈ പ്രായത്തില്? അതെ സാറേ, ട്യൂഷനാ. നമ്മുടെ ആയമ്മയാ ഏർപ്പാടാക്കി കൊടുത്തത്. ട്യൂഷനോ? എവിടെ? നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറില്ലേ, അല്ലേ, ആ ടീച്ചറിന്റെ വീട്ടിലെ. ടീച്ചറിന്റെ വീട്ടില്? ആ ടീച്ചറിനെ അച്ഛൻ അറിയുന്നേ. പണ്ട് ദേവേട്ടനെ കല്യാണം ആലോചിച്ച് വന്നപ്പോ ആ കൂട്ടത്തില് ഇവിടെ വന്നില്ലേ, ആ ടീച്ചറാ. ടീച്ചറെ എനിക്ക് മനസ്സിലായി. ആട്ടെ, എന്നു മുതലേ തുടങ്ങിയത്? ഇന്നു മുതല്. അതല്ലേ ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞത്. ഓ, അത് ശരി. അപ്പോ ഇവിടെ ഞാനറിയാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഞങ്ങളാരും അറിഞ്ഞതല്ല. ഇതെല്ലാം ആയമ്മയുടെ ഏർപ്പാടാ. ഇത് സത്യമാണോന്ന് അറിയണമല്ലോ. വിളിക്ക്, ദേവനെ വിളിക്ക്. അയ്യോ, ദേവേട്ടനെ വിളിക്കണോ? കിടന്നു കാണും. എന്നാലും വിളിക്ക്. എനിക്കതിന്റെ സത്യസ്ഥിതി അവന്റെ നാവിൽ നിന്ന് തന്നെ അറിയണം. വിളിച്ചോണ്ട് വാ. ദേവേട്ടാ, 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 അച്ഛൻ വിളിക്കുന്നു. എവിടെ? ദേ, ഡൈനിങ് ടേബിളിൽ. എന്താ? നീ ഇന്ന് എവിടെങ്കിലും പോയോ? ആ, പാടത്തും തോട്ടത്തിലൊക്കെ പോയി. അതല്ലാതെ വേറെ എവിടെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും? പോയി. എവിടെ? ആ, ടീച്ചറുടെ വീട്ടില്. എന്നിട്ട് പഠിച്ചോ വല്ലതും? ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് നീ എന്നോടെന്താ പറയാഞ്ഞത്? അത് അച്ഛൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. അതെന്താ? നേരത്തെ നിനക്കറിയില്ലായിരുന്നോ? ഇല്ല, വൈകിട്ട് ആയമ്മ എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോയതാ. അത് ശരി. അപ്പൊ ആയമ്മ നിർബന്ധിച്ചിട്ടാണ് നീ പഠിക്കാൻ പോയത് അല്ലേ? ആയമ്മേ, ആയമ്മേ. ദാ വരുന്നു.